എനിക്ക് മാത്രം എന്താ മുടി വെട്ടാൻ പറ്റുക? ആ സമയത്ത് ആസ് എ പേരൻസ് ഞങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന, ഈ ഒരു പ്രോബ്ലം ഇത്രയും വലുതാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ മോന്റെ ഓരോ വളർച്ചയിലാണ്. ലോകത്തിന്റെ ഏത് അറ്റത്ത് വേണമെങ്കിലും കുഞ്ഞിനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിരുന്നു. പേഴ്സണലി ഞങ്ങൾ മനസ്സിൽ തട്ടി 100% ആയിട്ട് പറയാണ്, പേഴ്സണലി അത്രയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. മകന് മുടിയുടെ പ്രോബ്ലം എന്തായിരുന്നു? ആദ്യം എന്താണ് പറ്റിയത്? മോന് ആദ്യം ഫസ്റ്റ് 2-3 പാച്ചസ് ഇവിടെ ആയിട്ട് വന്നു. ആദ്യം ചെറിയ പാച്ചസ് ആയിട്ട് വന്നത്, പിന്നെ ഇത് ആ പാച്ചസിന്റെ ആ ഒരു സൈസ് വളരാനായിട്ട് തുടങ്ങി. എവിടേക്കാ വന്നിട്ടുണ്ടായിരുന്നു? ഈ ഫ്രണ്ടിലത്തെ ഒരു ആദ്യം ഒരു രണ്ട് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടി അങ്ങനെ ഇത് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി, കൂടുതൽ വരാൻ തുടങ്ങി. അതെ. അപ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങളെ കുറിച്ച് എങ്ങനെയാണ് എങ്ങനെയാണ്? എന്റെ ഒരു കസിന് വിജയ മാസ്റ്റേഴ്സിലെ കൃഷ്ണപ്രിയ എന്ന് പേര് പറയും. അതെ, കൃഷ്ണപ്രിയാണ് എനിക്ക് ഇവിടെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 1 month എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോന് ഞാൻ ഈ മെഡിസിൻ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങി. പിന്നെ അത് ഒരു അവന്റെ ഡയറ്റും കാര്യങ്ങളും എല്ലാം അതേപോലെ കൃഷ്ണപ്രിയ പറഞ്ഞ അനുസരിച്ച് അതേപോലെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തു. ഏകദേശം ഒരു 2-3 monthsന് ശേഷം അവൻ ആ ഒരു പഴയ ആ ഒരു അവസ്ഥയിലോട്ട് കുറച്ചായിട്ട് ഗ്രാജുവലി അവൻ കുറച്ചായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ അലോപേഷ്യ കണ്ട സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടോ? എന്താണ്? അതെ, ഫസ്റ്റ് ഇത് അലോപേഷ്യ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഏകദേശം ഞങ്ങൾ മോനെ കൊണ്ട് സെക്കൻഡ് ഒരു ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ്. അവിടുന്ന് ഞങ്ങൾ ദുബായ് സെറ്റിൽഡ് ആണ്. അവിടുന്ന് ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഇതേപോലെ 2 ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദിക് ഞങ്ങൾ കാണിച്ചു. പക്ഷെ അത് മോന് അതിനൊരു എഫക്റ്റീവ് ഉണ്ടായില്ല. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തതിനു ശേഷമാണ് 100% ആയിട്ട് ഞാൻ പേഴ്സണലി പറയാണ്, ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ് എന്റെ കുഞ്ഞ് ഇത്രയും ഒരു ഹെയർ വരാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു പ്രോബ്ലം ഇത്രയും വലുതാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ മോന്റെ ഓരോ വളർച്ചയിലാണ്. മറ്റുള്ളവരുടെ കൂടെ എന്റെ കുഞ്ഞ് ഇടപഴകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, അതൊക്കെ ആയിരുന്നു അവന് പേഴ്സണലി ഞങ്ങൾക്ക് ലോകത്തിന്റെ ഏത് അറ്റത്ത് വേണമെങ്കിലും കുഞ്ഞിനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ അതിനുള്ളൊരു അവസ്ഥ ദൈവം ഞങ്ങൾക്ക് വരുത്തിയില്ല. അതിനു മുമ്പേ തന്നെ കുഞ്ഞ് പിന്നെ പെട്ടെന്ന് കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് മോനെ ഏകദേശം ഈ ചെവിയുടെ ഇത്രയും ഭാഗം മോന് മുടിയില്ല, പൂർണ്ണമായിട്ട് മോന് മുടിയിലുണ്ടായി. തിരിച്ച് അതേ ടൈമില് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വന്നപ്പോ നാട്ടിലെല്ലാവരും ഞങ്ങളെ കണ്ട് എവിടെ ഇത് പോയെ. ഞാൻ ഏകദേശം എനിക്ക് അറിയാവുന്ന ഏകദേശം ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആരും ഞാൻ ദുബായിൽ ഈ ഒരു അലോപേഷ്യാണ് കണ്ടാല് ഞാൻ ഉടനെ തന്നെ ഇത് സജസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾ മനസ്സിൽ തട്ടി 100% ആയിട്ട് പറയാണ്, പേഴ്സണലി അത്രയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. ഇപ്പൊ ഞങ്ങള് മന്തിരി മോനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. അത് ഭയങ്കര സന്തോഷം. എന്തായാലും ഈ അമ്മ ഒരുപാട് ഹാപ്പിയാണ്. കാരണം അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് നമ്മള് വളരെ ചെറുതായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. പക്ഷെ അത് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് നമുക്കത് വന്ന് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ചെറിയ പാച്ചസ് ആയിട്ട് ഇങ്ങനെ തലയിൽ വന്ന് അത് വലിയ പാച്ചസ് ആയി തലമുടി മുഴുവൻ പോയി അലോപേഷ്യ ടോട്ടാലിസ് പോലെ ആയി മാറുന്ന ഒരു അസുഖമാണത്. അത് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുടി ഇങ്ങനെ പോകാറുണ്ട്. കുട്ടികളിൽ മാത്രമല്ല, ഇത് വലിയ ആൾക്കാരിലും വരും. കുട്ടികൾ മാത്രമല്ല, പക്ഷെ ഒരുപാട് കുട്ടികളിൽ നമ്മളിത് ചെറുപ്പം മുതലേ കണ്ടുവരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. മുടിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെയുണ്ട്. അത് ഞങ്ങൾ എന്നും തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സന്തോഷം. ഇതുപോലെ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.